Hello everyone and welcome back to a discussion on financial statements of non-manufacturing units. So in previous class we had quickly discussed the formats, the theory behind presenting each and everything. Now let us take a few more pending points from those theoretical areas and then we will start with the problem or questions given in the study material. So page number 27 of your study material, module 2, financial statements of non-manufacturing units. Other 27 abnormal loss we already discussed. Goods on sent on approval or return basis also we had discussed. There is another concept called goods used other than for sale. That is, we purchase it, but instead of using it for ultimately selling it off, we had to maybe distribute it as advertisement. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന കടയിൽ വാങ്ങിക്കാൻ സാധനങ്ങൾ ചെല്ലുമ്പോൾ കണ്ടെന്നിരിക്കും അവിടെ നിൽക്കുന്ന സെയിൽസ്മെൻ ആൻഡ് സെയിൽസ് people, sales girls, they might introduce you to few products. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് ഒന്ന് രണ്ട് പ്രോഡക്റ്റ് തന്നെന്നിരിക്കാം കാരണം നമ്മളത് ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ we still will come back to ബൈയിങ് എങ്ങനെ അപ്പോൾ അതൊരു സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിൽക്കാൻ വേണ്ടിയല്ല, അതായത് വിൽക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട് ജസ്റ്റ് മിയർലി ഗിവിങ് ഇറ്റ് ടു സംബഡി ബട്ട് എക്സ്പെക്ടിങ് എ റിട്ടേൺ ഫ്രം ഹിം ഇൻ ദ ഫോം ഓഫ് ദാറ്റ് സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയല്ലാതെ നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ then it becomes goods used other than for sale. അതിലൊന്നാണ് നമ്മൾ ഈ ഗുഡ്സ് വാങ്ങിച്ച ഗുഡ്സ് അല്ലെ ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നു അല്ലെ അഡ്വർടൈസ്മെന്റ് ആയിട്ട് കൊടുക്കുന്നു. then it will not be part of my purchases. പക്ഷെ when you are originally purchased it, ഇത് എവിടെ വന്നിട്ടുണ്ടാവും, പർച്ചേസസിൽ വന്നിട്ടുണ്ടാവും. ബട്ട് പർച്ചേസസിൽ തന്നെ അത് കിടന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം either you would have sold it in the current year or you are planning to sell in the next year. അതായത് സെയിൽസിലോ ക്ലോസിംഗ് സ്റ്റോക്കിലോ അത് വരണം. അതല്ലാതെ നമ്മൾ മറ്റാവശ്യങ്ങൾക്കായ അഡ്വർടൈസ്മെന്റിനായിട്ടോ ഫ്രീ സാമ്പിൾ ആയിട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡൻറ്റ് അഫക്ട് മൈ ഗ്രോസ് പ്രോഫിറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓർ സെയിൽസിൽ നിന്ന് മാത്രം ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് അല്ല, അല്ലാതെ എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഇൻകർ ചെയ്യുന്ന ഒരു എക്സ്പെൻസ് ആണ് വിച്ച് ഇസ് ഇൻ ദ നേച്ചർ ഓഫ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സോ അങ്ങനെ എന്തെങ്കിലും ഗുഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ you will debit free samples or advertisement account and you will treat it as a indirect expense and take it to P and L. എന്നിട്ട് എവിടെ നിന്ന് അത് കുറയ്ക്കും, പർച്ചേസസിൽ നിന്ന് കുറയ്ക്കും. പർച്ചേസസിൽ തന്നെ ഇട്ടുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും, പക്ഷെ അത് പാടില്ല. Sorry, same way you are given certain goods away as donation. ഇപ്പം നിങ്ങളുടെ നമ്മൾക്കറിയാം വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പല ആൾക്കാർക്കും അവരുടെ വീടുകളിൽ നിന്നൊക്കെ മാറേണ്ടി വന്നു. ഫുഡിന് തികഞ്ഞില്ല അല്ലെങ്കിൽ ഡ്രസ്സുകളില്ലായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഡൊണേറ്റ് ചെയ്താണ്. അപ്പോൾ ഇമാജിൻ യു ആർ റണ്ണിങ് എ ബിസിനസ് ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് യു ഡൊണേറ്റഡ് മെനി ഷർട്ട്സ്. ഇപ്പോൾ പല അളവിലുള്ള ഡ്രസ്സുകൾ കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും മുതിർന്നവർക്ക് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് എല്ലാം നമ്മൾ കുറേശ്ശെ ഡൊണേറ്റ് ചെയ്തു എന്ന് വെക്കാം. നമ്മൾ ചുറ്റുമൊക്കെ ഒരുപാട് സെൻറ്റേഴ്സ് ഓപ്പൺ ആയി വന്നായിരുന്നു അല്ലേ, ഹെൽത്ത് കെയർ ആയിട്ട്. I do not remember the name of such centers, but I hope you understood. അതായത് ഇവരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് കുറച്ച് നാളത്തേക്ക് വെള്ളപ്പൊക്കം നടങ്ങുന്നവരെ നമ്മൾ മാറ്റി സുരക്ഷിതരാക്കി വെക്കും നമ്മളുടെ ചുറ്റുമുള്ള സ്കൂളുകളിലോ ഓഡിറ്റോറിയത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ കുറേ ഡ്രസ്സുകൾ ഫ്രീ ആയിട്ട് കൊടുത്തു. നമ്മൾ ഈ ഡ്രസ്സൊക്കെ ശരിക്കും വാങ്ങിച്ച് എന്തിനായിരുന്നു, വിൽക്കാൻ വേണ്ടിയാണ് നമ്മുടെ കടയിൽ. പക്ഷെ വെള്ളപ്പൊക്കം വന്ന് പലരും ബുദ്ധിമുട്ടുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ many of us resorted to or many of us wanted to help them in some way. അപ്പോൾ നമ്മൾ ഡൊണേറ്റ് ചെയ്തു സാധനങ്ങളൊക്കെ. So then you cannot treat it as part of purchases. If so, it will adjust or it will lead to a reduction in your gross profit, which is not the case. Actually, even though your original intention was to sell these goods, you ultimately donated it off. So therefore, that donation വേണ്ടി നിങ്ങൾ ചിലവാക്കിയതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഡൊണേഷനിൽ കാണിക്കണം, എന്നിട്ട് പർച്ചേസസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. സെയിം വേ പ്രൊപ്രൈറ്റർ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയും ദിവാലി വന്നപ്പോഴോ അല്ലെങ്കിൽ ഓണം വന്നപ്പോഴോ നിങ്ങളുടെ കടയിൽ നിന്ന് ഏറ്റവും നല്ല 2-3 ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി. അതിന് കാശ് നിങ്ങൾ കൊടുക്കണ്ടേ, നിങ്ങളുടെ സ്വന്തം കടയാണ്. ബട്ട് യു ആർ ടേക്കൺ ഇറ്റ് ഔട്ട് ഓഫ് ദ പർച്ചേസിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. സോ ദെൻ ഓൾസോ
you have to eliminate it from purchases and you will treat it as a drawings. Drawings ഇപ്പോൾ ക്യാഷ് തന്നെ ആവണമെന്നില്ല, പൈസ തന്നെ എടുത്തുകൊണ്ട് പോകണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഗുഡ്സും എടുത്തുകൊണ്ട് പോകും, അപ്പം അതിനെയും നമ്മൾ ഡ്രോയിങ്സ് ആയിട്ട് തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദ എൻട്രി ഗിവൻ ഹിയർ. സെയിം വേ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ച സാധനങ്ങളോ എന്തെങ്കിലും റിപ്പയറോ സ്പെയർ പാർട്സോ ഒക്കെ ബിൽഡിങ്ങിന് വേണ്ടിയോ കൺസ്ട്രക്ഷന് വേണ്ടിയോ റിപ്പയർസ് ആസ് ദ കേസ് മേ ബി നിങ്ങൾ ഒറിജിനലി പർച്ചേസ് ചെയ്തു, അപ്പോൾ അത് പർച്ചേസിന്റെ ഭാഗമായിട്ട് വന്നു. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വലി യൂസിങ് ഇറ്റ് ഫോർ ദ ഇൻറ്റൻഡഡ് പർപ്പസ് ഓഫ് ഐദർ സെയിൽ ഇൻ ദ കറന്റ് ഇയർ ഓർ ഇൻ ദ ഫ്യൂച്ചർ, you had used it for some other purpose, then it says that you have to eliminate it from purchases account and properly record in the ledger to which it was actually put to use for or it was actually used for. അപ്പോൾ അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്തോളുക. Then there was something called commission. കമ്മീഷൻ എന്ന് വെച്ചാൽ പല സ്ഥാപനങ്ങളിലും നമ്മൾക്ക് ഒരു കടകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ കുറച്ച് സെയിൽസ് ഒക്കെ അധികമുള്ള ചെറുകിട സ്ഥാപനങ്ങളല്ല, ഒരു മീഡിയം ടു ഹൈ എൻഡ് ഓർഗനൈസേഷനൊക്കെ പല മാനേജേഴ്സ് കാണും, സെയിൽസ് മാനേജറും അങ്ങനെയുള്ളവരൊക്കെ അല്ലേ. അപ്പോൾ മാനേജേഴ്സിന് ഒരു പരിധി വരെ ഇൻകം എന്ന് പറയുന്നത് സാലറി കാണും, സാലറിയുടെ കൂടെ ഒരു കമ്മീഷനും കാണും. അപ്പോൾ അങ്ങനെ ഒരു കമ്മീഷൻ ബേസ്ഡ് ഓൺ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ how are we going to compute it? There will be two ways in which commission can be given to managers. അല്ലെ കമ്മീഷൻ കൊടുക്കുന്ന രീതിയല്ല, അത് ക്യാഷ് ആയിട്ട് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെ ബാങ്കിലേക്ക് പൈസ ഇടുകയായിരിക്കും, അതല്ല ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടേഷന് രണ്ട് രീതികൾ കാണാം. വാട്ട് ആർ ദ ടു ways in which that can be computed? കമ്മീഷൻ ചിലപ്പോൾ നമ്മൾക്ക് തരാൻ പോകുന്നത് ആസ് എ പെർസെൻറ്റേജ് ഓൺ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കാം. Yeah, but as a percentage of net profit തരുമ്പോൾ commission on net profit before charging such commission ആകാം. അതായത് കമ്മീഷൻ നെറ്റ് പ്രോഫിറ്റിൽ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് കമ്മീഷൻ ചാർജ് വരുന്നതിന് മുൻപുള്ള പ്രോഫിറ്റിന്മേൽ ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് നമ്മൾക്കൊരു കമ്പ്യൂട്ടേഷൻ രീതി തരാം. രണ്ടാമത്തേത് കമ്പ്യൂട്ടേഷൻ ഓൺ നെറ്റ് പ്രോഫിറ്റ് ആണ് കൊടുക്കേണ്ടത്, പക്ഷേ ഇറ്റ് ഷുഡ് ബി കമ്പ്യൂട്ടഡ് ആഫ്റ്റർ ചാർജിങ് സച്ച് computation after charging such commission, meaning to say for P&L gross profit നമ്മൾ താഴേക്ക് എഴുതി, gross profit brought down, you have everything, you started writing all indirect expenses, അതിന്റെ കൂടെ കമ്മീഷൻ നമ്മൾക്ക് കൊടുക്കാനുണ്ട്, അപ്പോൾ അതും റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി one way of asking you to find out this commission will be കമ്മീഷൻ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അതിന് തൊട്ട് മുൻപ് വരെ എത്രയാണോ നെറ്റ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയും. അതിനെയാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ആ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ദിസ് കമ്മീഷൻ മേലായിരിക്കും നമ്മൾക്ക് റേറ്റ് ഓഫ് കമ്മീഷൻ നിന്ന് 5% ചാർജ് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ? ഇനി മറ്റൊരു രീതിയിലും നമ്മൾക്ക് കമ്പ്യൂട്ടേഷൻ ടെക്നിക്ക് തരാം, വിച്ച് ഇസ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ കമ്മീഷൻ എന്താണോ, അതായത് ഈ ഫിഗർ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ കമ്മീഷൻ എന്താണോ അതിന്മേലാണ് 5% ചാർജ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഈ എക്സ് ഫിഗറും കൂടെ കഴിഞ്ഞ് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിന്മേൽ 5% ചാർജ് ചെയ്യുക. ദെൻ ദ കമ്പ്യൂട്ടേഷൻ ബിക്കംസ് ബിറ്റ് ട്രിക്കി. So giving commission to managers might be asked to be computed on separate basis. That is namukku oru problem varumbo we will take up in detail that part. Then let's quickly move on to the presentation of balance sheet. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്, നിങ്ങളൊന്ന് പേജ് നമ്പർ 35 നോക്കിയാൽ you can view it. ഇനി asset side intangibles എന്നൊരു പോയിന്റ് ഉണ്ട്. What is intangible? Intangible is an asset only. Intangible means that you cannot physically see it, you cannot touch it, you cannot see it, it doesn't have a physical existence, but it's still an asset for the company. Example ആയിട്ട് copyright, patent അല്ലെങ്കിൽ ഗുഡ് വിൽ ആണ് നമ്മൾ കൂടുതലും റിലേറ്റ് ചെയ്യുന്നത്. എന്താണ് ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത്? ഒരു കമ്പനി, ആ കമ്പനി നല്ലപോലെ ലാഭം വരികയാണ്, അതിനൊരു ബ്രാൻഡ് നെയിം കാണും. ഇപ്പൊ ടാറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഹാസ് എ ബ്രാൻഡ് നെയിം അല്ലെ, ബ്രാൻഡ് വാല്യൂ അല്ലെ. ആ ഒരു ബ്രാൻഡിനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർത്തിനോ നമ്മൾ എപ്പോഴെങ്കിലും ഒരു വാല്യൂ നിശ്ചയിക്കണമെങ്കിൽ അതിനെയാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. അതിൻ്റെ പേര്, അപ്പൊ നമ്മളൊരു അത്രയും പേരുള്ള ഒരു കട വാങ്ങിക്കണമെങ്കിൽ നമ്മൾ അതിനും കൂടെ ചേർത്ത് കാശ് കൊടുക്കേണ്ടി വരും. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നല്ലൊരു സ്ഥാപനം വാങ്ങിക്കുന്നു, വർഷങ്ങളായിട്ട് ആ സ്ഥാപനം അവിടെ ഉണ്ട്,
അപ്പോൾ ശരിക്കും അതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു സ്ഥാപനം വാങ്ങിക്കുന്നതിലും കൂടുതൽ ചിലപ്പോൾ പൈസ കൊടുക്കണമായിരിക്കും ഈ കമ്പനി അല്ലെങ്കിൽ ഈ ബിസിനസ് വാങ്ങിക്കാൻ, ബിക്കോസ് ഓഫ് ദ ഗുഡ് നെയിം, ദ ബ്രാൻഡ് വാല്യൂ ദാറ്റ് ഇറ്റ് ഹാസ് created. So that you cannot see it, you cannot touch it, you cannot say that okay it has a good name, adu evide good name and tappi pidikkan pattu illa illa. So intangible assets are those you cannot find a physical existence but are still assets for the company. അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Apart from that, there is one another point which you have to remember, which is in relation to balance sheet. നമ്മൾ last class balance sheet ന്റെ format പഠിച്ചപ്പോൾ we had said that balance sheet is merely a statement wherein trial balance ലുള്ള asset ഉം liability ഉം capital ഉം എല്ലാം കൂടെ നമ്മൾ balance sheet ൽ appropriate side ൽ കൊണ്ടിടുന്നേ ഉള്ളൂ, liability അല്ലെങ്കിൽ asset എന്ന് പറഞ്ഞു. We are not altering the balances of any of these ledgers, but what is happening in trading and P&L, trial balance il ninnu expense or income aanengil aa ledger inde opposite effect ulla or entry nammal ezhuthi to purchases, and we are posting the effect of it into trading and P&L account. But that thing doesn't happen with balance sheet. Balance sheet la nammal onnindeyum ledger inde existence close cheyyunnilla, adhe ledger trial balance pole mattoru statement aaya balance sheet like maaറ്റുക മാത്രമാണ് ചെയ്യുന്നത്, which means all the ledgers that are going to reflect in balance sheet will have a balance. അതിനെല്ലാം ഒരു ബാലൻസ് കാണും. ഒരു എന്താണ് ഒരു എക്സെപ്ഷൻ മാത്രമേ കാണുകയുള്ളൂ, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതൊരു പ്രസന്റേഷന് വേണ്ടി മാത്രം ഒരു അഡീഷണൽ ലൈൻ ആയിട്ട് എഴുതിയിരിക്കാം, which generally doesn't mean a ledger, but otherwise ആ എക്സെപ്ഷനെ കുറിച്ച് തൽക്കാലം നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ട, അങ്ങനെയുള്ളത് ഞാൻ അപ്പോൾ പറഞ്ഞോളൂ. So everything which is getting presented in the balance sheet means that you're just merely stating that okay liability side ലുള്ള ഇതിനെല്ലാം credit balance ആണ്, asset side ലുള്ള ഇതിനെല്ലാം debit balance ആണ് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രസന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് balance sheet. So every line item in balance sheet will have a balance, will have a closing balance of either debit or credit. So e balance sheet as on the last day of the financial year ആണ് നമ്മൾ തൊട്ടടുത്ത ദിവസം വീണ്ടും ബിസിനസ്സിന് വേണ്ടി റീഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത്. So on the opening or the start of a financial year, the first thing you have to do is record certain opening entries, which means you say that തൊട്ട് തലേ ദിവസം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ അസറ്റ് ആൻഡ് ലൈബിലിറ്റിയും അടുത്ത ദിവസം വർഷം തുടങ്ങുമ്പോൾ I am again putting back into business to ensure that the business runs smoothly, which means previous yearൽ അതിനെല്ലാം current yearലേക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഞാൻ ട്രാൻസ്ഫർ ചെയ്യണം. അതിലാണ് നമ്മൾ ഓപ്പണിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. So how are we going to record these entries, opening entries? അപ്പോൾ ഓപ്പണിംഗ് എൻട്രീസ് എന്ന് വെച്ചാൽ ഈ ലെഡ്ജേഴ്സ് എല്ലാം നമ്മൾ ലെഡ്ജറിൽ ഓപ്പൺ ചെയ്ത് വെക്കും. ക്യാഷ് ബുക്ക്, ക്ലോസിംഗ് സ്റ്റോക്കിന് സ്റ്റോക്ക് എന്ന് തന്നെ നമുക്ക് പറയാം, ബിക്കോസ് ലാസ്റ്റ് ഇയർ ആയിരുന്നു അത് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇന്നത് ഓപ്പണിംഗ് സ്റ്റോക്കായി, വർഷം തുടങ്ങിയ ഓപ്പണിംഗ് ദിവസത്തെ സ്റ്റോക്ക്, ക്യാഷ് ബുക്ക്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ലാൻഡ് ഉണ്ടായിരുന്നു, all these things get automatically opened as a ledger on the start of the financial year, and I will merely record the opening balances as two balance brought down. Debit balance ആണെങ്കിൽ എല്ലാ ലെഡ്ജേഴ്സിനും ഡെബിറ്റ് ബാലൻസിനുള്ളതെല്ലാം ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് എമൗണ്ട് എഴുതും. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള എല്ലാ ലെഡ്ജേഴ്സിനും ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് ബാലൻസ് എഴുതി, എന്നിട്ടാണ് ആ വർഷത്തെ ട്രാൻസാക്ഷൻസ് എൻട്രി വഴി പുതിയതായിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത്. So remember about this opening entry, അതായത് ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ ഐറ്റംസും നെക്സ്റ്റ് ഡേ when the next financial year starts, immediately you open those ledgers and record the opening balances. ആ ഓപ്പണിംഗ് ബാലൻസസിനോട് ചേർന്നാണ് പുതിയ വർഷത്തെ ട്രാൻസാക്ഷൻ എല്ലാം ആഡ് ആയി വീണ്ടും നമ്മൾ അടുത്ത ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനിലേക്ക് മൂവ് ആവുന്നത്. So just remember about that part also. There are many illustrations till 7 which are just recording the opening balance sheet മാത്രം, P&L മാത്രം. അത് നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി ചെയ്തോളുക. We are going to take a full-fledged problem
wherein you have to do both trading and P&L and balance sheet. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് പ്രോബ്ലംസും ചെയ്യാം, അതേപോലെ അവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെ ഡീറ്റെയിലി ഒന്ന് ചെയ്തു പോകാവുന്നതാണ്, ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യും. ഇനി ഈ ലെഡ്ജേഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വാട്ട് ആർ ദ എൻട്രീസ് ദാറ്റ് ആർ ഗോയിങ് ടു കം. അതായത് നമ്മളിപ്പോൾ ലെഡ്ജർ പോസ്റ്റിംഗ് പറഞ്ഞു, ഈ ലെഡ്ജർ പോസ്റ്റിങ്ങിനൊക്കെ ഒരു എൻട്രി കാണും. എന്തായിരിക്കും എൻട്രി? അസറ്റ്സിനെയൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, you will record cash account debit, bank account debit. അത്രയും മാത്രമേ ഇപ്പോൾ തൽക്കാലം എഴുതുന്നുള്ളൂ. ടു കറണ്ട് ലയബിലിറ്റി, ടു ക്യാപിറ്റൽ. ബാലൻസ് ഷീറ്റിലെ ഓപ്പണിംഗ് ബാലൻസസ് എല്ലാം കൂടെയാണ് ജേർണൽ എൻട്രിയുടെ രൂപത്തിൽ ഇങ്ങനെ എഴുതും. അതിനെയാണ് നമ്മൾ ഓരോ ലെഡ്ജർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസസ് എഴുതണമെന്ന് പറഞ്ഞത്. Will it get tallied? It will tally because balance sheet tally ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്. And balance sheet എങ്ങനെയാണ് ടാലി ചെയ്തത്? അസറ്റ് സൈഡിലുള്ളതെല്ലാം is equal to liability plus equity. So എൻട്രി എഴുതുമ്പോൾ അതേ രീതിയിൽ അസറ്റ് ഡെബിറ്റിലെല്ലാം ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ക്രെഡിറ്റിലെല്ലാം എഴുതിയാൽ it should tally debits and credits put together. So this is nothing but the opening entries. Just remember about that opening entries, and also opening entry യുടെ ഭാഗമായി ലെഡ്ജർ എല്ലാം ഓപ്പൺ ചെയ്ത് അതിന്റെ ഓപ്പണിംഗ് ബാലൻസസ് എഴുതുന്നത് എന്നോർത്തു. സ്റ്റോക്ക് മാത്രം പേര് കുറച്ച് മാറും. കഴിഞ്ഞ വർഷം അതിനെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് വിളിച്ചതെങ്കിൽ 1/4 ബിസിനസ് തുടങ്ങുമ്പോൾ it becomes my opening stock. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് ട്രേഡിംഗ് ആൻഡ് P&L ഏറ്റവും ആദ്യത്തെ ലൈൻ ഐറ്റം ആണ് റെക്കോർഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞത്. To opening stock. Previous വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് becomes the opening stock for next year. ഈ വർഷം നമ്മൾ 31st March 2020 ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതിയത് 2021 ട്രേഡിംഗ് P&L എഴുതുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. Yeah? So that is how you have to present. Now let us, without wasting any time, take up questions from the study material. Shri Mittal gives you the following trial balance and some other information. Capital, purchase and sales, opening inventory. Purchase and sales എന്ന് തരുമ്പോൾ രണ്ട് ഡെബിറ്റ് ബാലൻസിനും ക്രെഡിറ്റ് ബാലൻസിലും എമൗണ്ട് ഉണ്ട്. ഡെബിറ്റിലുള്ള ബാലൻസ് എന്ന് വെച്ചാൽ പർച്ചേസും, ക്രെഡിറ്റിലുള്ളതെന്ന് വെച്ചാൽ സെയിൽസുമായിരിക്കും. ഇനി ഇതിൽ താഴെ ഓപ്പണിംഗ് ഇൻവെന്ററി തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഓപ്പണിംഗ് ഇൻവെന്ററി എന്നൊരു ലെഡ്ജർ വന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ ആ സ്റ്റോക്ക്, പ്രീവിയസ് ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷം ഓപ്പണിംഗ് എൻട്രീസ് എഴുതിയപ്പോൾ ഇറ്റ് ഹാഡ് ബിക്കം എൻ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? സോ ഐ വിൽ ഓപ്പൺ ആസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിന് ഒരു ലെഡ്ജർ ഉണ്ട്. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്ങോട്ടേക്ക് വരും? ട്രയൽ ബാലൻസിലേക്ക് വരും. അപ്പോൾ ഏത് സ്റ്റോക്ക് വരില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിൽ. ഓപ്പണിംഗ് സ്റ്റോക്കും ഈ വർഷം വാങ്ങിച്ച പർച്ചേസസിൽ നിന്നെല്ലാം ക്ലോസിംഗിൽ നമ്മൾ മാറ്റി വെച്ചത് ഒരിക്കലും ഒരു ലെഡ്ജർ ആയിട്ട് വരാൻ സാധ്യത കുറവാണ്. വരില്ല എന്നല്ല, അഡ്ജസ്റ്റഡ് പർച്ചേസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ വന്നിരിക്കാം. But closing stock is what we said that is coming as a result of various transactions. Opening stock ഈ വർഷം തുടങ്ങിയപ്പോൾ ഒരു ledger ആയി വന്നതിന്റെ കാരണം it is part of my balance sheet. So when I open every asset saying that I can use it for the next year again, it means that opening stock should also get a ledger opened in that name. ഈ opening stockും പർച്ചേസും കൂടെ ചേർത്താണ് നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത്. So trade receivables and trade payables, nothing but debtors and creditors. 14% bank loan taken at year end, overdrafts taken at year end, salaries, advertisements, other expenses, returns ഡെബിറ്റിലും ഉണ്ട് ക്രെഡിറ്റിലും ഉണ്ട്. അപ്പോൾ ഏത് റിട്ടേൺ ആണ് സെയിൽസ് റിട്ടേൺ എന്നും പർച്ചേസ് റിട്ടേൺ എന്നും ഓർക്കുക. ഫർണിച്ചർ, ബിൽഡിംഗ്, ക്യാഷ് ഇൻ ഹാൻഡ്. ഇനി ക്വസ്റ്റ്യൻ തരുമ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആകുന്നുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് ചെക്ക് ചെയ്തുള്ളത്. Closing inventory on 31st March 2017 was valued at 1 lakh. Prepare final accounts of Shri Mittal for the year ended 31st March. So let us prepare. What was the illustration number? Illustration number 9.
ട്രേഡിംഗ് ആൻഡ് P&L സ്റ്റഡി മെറ്റീരിയൽ 2 സെപ്പറേറ്റ് ലെഡ്ജർ ആയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ജനറലി വി ഫോളോ 1 സിംഗിൾ ലെഡ്ജർ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ബൈഫിക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾക്ക് ചെയ്ത് പോകാം. It is not going to make any difference. Ultimately answer same ആയിരിക്കും. So for the year ended 31st March 2007 ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുക. പീരീഡ് ഒക്കെ മെൻഷൻ ചെയ്യുക. ഇനി ഏതെങ്കിലും ക്വസ്റ്റനിൽ പീരീഡ് തന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഫോർ ദ ഇയർ എൻഡഡ് വരെ എഴുതി ഡേറ്റിൻ്റെ അവിടെ അങ്ങ് ബ്ലാങ്ക് വിട്ടേക്കാം. Then we have particulars and amount. I generally prefer only writing one amount column. അതല്ലാതെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റോ ആഡും സബ്ട്രാക്റ്റും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലേഴ്സിൻ്റെ ഇന്നർ കോളം പർട്ടിക്കുലേഴ്സിൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ എഴുതി വെക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ അതാണ് കംഫർട്ടബിൾ, അങ്ങനെ ചെയ്തോളൂ. ബട്ട് ഇഫ് യു ഫീൽ വൺ മോർ കോളം ഈസ് റിക്വയർഡ് ഫോർ മേക്കിംഗ് എനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് റെക്കോർഡ്. അപ്പോൾ 2 എമൗണ്ട് കോളം കാണും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അൾട്ടിമേറ്റ്ലി മേജർ എലമെൻറ്റ്സ് എല്ലാം വരേണ്ടത് ഒരൊറ്റ സിംഗിൾ കോളത്തിലായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ എളുപ്പം. ഇനി ഏറ്റവും ആദ്യം ഒരു ട്രേഡിംഗ് P&L തുടങ്ങുമ്പോൾ ആദ്യം എഴുതേണ്ടത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. To opening stock. ഇവിടെ ഡേറ്റ് കോളം ഇല്ല, കാരണം we are recording a summarized version for the entire year. So you do not have any date column unlike other ledgers. Other account പോലെ പ്രത്യേകത, other account നിന്നുള്ള പ്രത്യേകതയാണ് ഈ ട്രേഡിംഗ് P&L. ഓപ്പണിംഗ് ഇൻവെൻട്രി, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ് ഇൻവെൻട്രി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അത് തന്നെ യൂസ് ചെയ്തോളൂ. സ്റ്റോക്കും ഇൻവെൻട്രിയും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ ഓപ്പണിംഗ് ഇൻവെൻട്രി 72,000. Yeah, when you're doing it for the first time, make sure you just make a small note or hint in your textbook അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയലോ നോട്ടിലോ എവിടെയെങ്കിലും നിങ്ങൾ ഈ ലൈൻ ഐറ്റംസ് തീർന്നു. അതായത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം, when you're doing it for the first time, there is a chance that you might miss recording certain balances from trial balance. അപ്പോൾ അങ്ങനെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് കിട്ടുന്ന ബാലൻസ് ഷീറ്റ് ടാലി ആവാതെ വരും. അപ്പോൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ ഇത് ഒന്ന് എന്തെങ്കിലും ടിക്ക് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. പക്ഷേ എക്സാമിന് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ബിക്കോസ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും മാർക്ക് വരുന്നത് മാൽ പ്രാക്ടീസസിൻ്റെ ഒക്കെ ലിസ്റ്റിൽ പറയുന്നതാണ്. അതുകൊണ്ട് അന്ന് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഓരോ ലൈനായിട്ടും എഴുതി വരുമ്പോൾ ഇങ്ങനെ ടിക്കിട്ട് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. സോ ഓപ്പണിംഗ് ഇൻവെൻട്രി തീർന്നു. അടുത്തത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്തായിരുന്നു? പർച്ചേസസ് ആണ്, വിച്ച് ഇസ് 6,05,000. കാരണം ഡെബിറ്റിലുള്ളത് പർച്ചേസും ക്രെഡിറ്റിലുള്ളത് സെയിൽസും ആണ്. സോ ഐ എം ഗോയിങ് ടു റെക്കോർഡ് പർച്ചേസസ്. 2 purchases 6,05,000. I am going to write in inner column because I have seen a return കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു റിട്ടേൺ ഔട്ട്വേർഡ്സ് ഉണ്ട്, സോറി റിട്ടേൺ ഔട്ട്വേർഡ്സ് ഉണ്ട്, ഓർ പർച്ചേസ് റിട്ടേൺസ്. നോ, പർച്ചേസിന് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ സെയിൽസ് റിട്ടേണിന് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഇവിടെ തന്നിരിക്കുന്ന റിട്ടേൺസിൽ ഏതാണ് പർച്ചേസ് റിട്ടേൺ? ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് 30,000. So you can write purchase returns അല്ലെങ്കിൽ return outwards നോ എങ്ങനെ വേണമെങ്കിലും മെൻഷൻ ചെയ്യും. 30,000. I generally prefer writing negatives എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ബ്രാക്കറ്റിൽ ഇട്ട് എഴുതാനാണ് പ്രിഫർ ചെയ്യുന്നത്. സോ ദാറ്റ് ഐ ഡു നോട്ട് മിസ് അപ്പ് ലെസ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുന്ന ആ ഒരു തെറ്റ് വരാതിരിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് ലെസ് 30,000. So therefore 5,75,000 is my net purchase. റിട്ടേൺസും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പർച്ചേസിനാണ് നെറ്റ് പർച്ചേസ് എന്ന് വിളിക്കുന്നത്. ഇനി അതേപോലെ we can go ahead and write the sales. സെയിൽസും ഔട്ടർ കോളത്തിലല്ല എഴുതേണ്ടത്, കാരണം ഒരു റിട്ടേൺസ് വന്നിട്ടുണ്ട് which is 40,000 and sales is 12,10,000. So I'll write 12,10,000 less sale returns 40,000. So I can say my net sales is 11,70,000. So sales നമ്മൾ record ചെയ്യും. Next thing that way. So second line item കഴിഞ്ഞു, opening inventory. Capital എങ്ങോട്ടേക്ക് പോകേണ്ടതാണ്? ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ടതാണ്. So now I am not going to bother about. Next is trade receivables and payables. Should it come to trading and P&L? No, it should go to balance sheet. So don't worry about it now.
14% bank loan, overdraft. ഇതൊക്കെ എന്താണ്? ലയബിലിറ്റി ആണ് അല്ലേ? ഓവർഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി. നമ്മൾ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. സോ ഇതും ലയബിലിറ്റി ആണ്. ഡോണ്ട് ബോദർ ഇൻ trading P&L. Salaries, it's an expense, but is it a direct expense? Direct expense means പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്ത് സാധനങ്ങളെയൊക്കെ റെഡി ടു സെയിൽ, അവൈലബിൾ ഫോർ സെയിൽ ആക്കാൻ വേണ്ടി ഞാൻ മുടക്കുന്ന ചെലവുകളൊക്കെയാണ്. സെയിലിന് വേണ്ടി ഞാൻ ഇൻകർ ചെയ്യുന്ന ചെലവുകളും വരില്ല. അതായത് നിങ്ങൾക്ക് അഡ്വർടൈസ് ചെയ്യണം. ദാറ്റ് ഓൾസോ ഈസ് അസിസ്റ്റിംഗ് ഓൺലി ദ സെയിൽ ആക്ടിവിറ്റി. അതും ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. പ്രൊഡക്ഷനെ അസിസ്റ്റ് ചെയ്യുന്ന ടു മേക്ക് മൈ സ്റ്റോക്ക് റെഡി ഓർ അവൈലബിൾ ഫോർ സെയിൽ, ആ ഒരു സ്റ്റേജ് വരെ എത്തിക്കുന്ന എല്ലാ എക്സ്പെൻസുമാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ബാക്കി എല്ലാം ഇൻഡയറക്റ്റ്. സോ സാലറി ഈസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അഡ്വർടൈസ്മെന്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അതർ എക്സ്പെൻസസ് സ്പെസിഫൈഡ് ആയിരുന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ therefore that is also an indirect expense. Returns നമ്മൾ എഴുതി കഴിഞ്ഞു. ഫർണിച്ചർ, ബിൽഡിംഗ്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇതെല്ലാം അസറ്റ് ആണ്. അപ്പോൾ ട്രേഡിങ്ങിൽ വരുന്ന ഒന്നും നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ഔട്ട് ഓഫ് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ട്രയൽ ബാലൻസ് ആയിട്ട് നമുക്ക് എന്തുമാത്രം തന്നു? ക്ലോസിംഗ് ഇൻവെന്ററി തന്നു. പൊതുവെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്ന ചാപ്റ്ററിൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് തരികയാണ് ചെയ്യുന്നത്, വാല്യുവേഷൻ ചോദിക്കാറില്ല. സോ we can take this closing inventory at 1 lakh rupees. Where are we going to record closing inventory? On the credit side. Why are we doing it? Because I have paid amount worth 1 lakh to get the stock. So that is already included either in the opening stock അല്ലെങ്കിൽ purchase. അപ്പോൾ അവിടെ തന്നെ അത് വെച്ചുകൊണ്ടിരുന്നാൽ it will reduce my gross profit which I actually earned by doing this selling activity. അപ്പോൾ അത് നടക്കാതിരിക്കാൻ ക്ലോസിംഗ് സ്റ്റോക്ക് എനിക്ക് വിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനു വേണ്ടി മുടക്കിയ സ്റ്റോക്കും കോസ്റ്റും ഞാൻ ട്രേഡിങ്ങിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. ഇനി നമ്മൾക്ക് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഏതാണെന്ന് നോക്കുക. ഇവിടെ കണ്ടാൽ അറിയാം ക്രെഡിറ്റ് സൈഡിൽ 11 lakhോളം ഉണ്ട്, ഡെബിറ്റിൽ കുറവാണ്. സോ വി ആർ ഗോയിങ് ടു ഗെറ്റ് എ ഗ്രോസ് പ്രോഫിറ്റ്. സോ ടു ഗ്രോസ് പ്രോഫിറ്റ് ബാലൻസിങ് ഫിഗർ. ഇനി ഓർക്കുക, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ കമ്പ്യൂട്ടേഷൻ പ്രോഫിറ്റ് ഇസ് നത്തിങ് ബട്ട് the profit that you are earning out of doing this sale activity. ഇത് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭമാണ് ഗ്രോസ് പ്രോഫിറ്റ്. അതുകൊണ്ടാണ് I don't know whether you already know about this ratio, you have heard about it. There is something called gross profit ratio. ഇത് നിങ്ങൾ കോസ്റ്റിംഗിലും അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും. Wherein we say that gross profit എന്ന് പറയുന്ന amount on sales into 100 ആണ് gross profit ratio എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. Why are we saying this? Because we say that gross profit is that profit which is directly proportional to the sale figure. ആ സെയിലിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അതുകൊണ്ട് പൊതുവെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് is based on that sale figure. So how much can we say this gross profit ratio is? അത് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ആദ്യമേ ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാം. 11,70,000 plus 1 lakh minus 72,000 minus 5,75,000. So gross profit is nothing but 6,20,000. So gross profit ratio എന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല, അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ തരുന്നതേ ഉള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് ആണ് ന്യൂമറേറ്റർ 6,23,000 ഡിവൈഡഡ് ബൈ 11,70,000 into 100. So which means e companyയുടെ profit making capacity is 53.25%. Not the entire profit making capacity. സെയിൽ എന്ന് പറയുന്ന ആക്ടിവിറ്റി മാത്രം ചെയ്ത് എനിക്ക് കിട്ടുന്ന ലാഭം, അതായത് ഈ ട്രേഡിംഗ് ആക്ടിവിറ്റി മാത്രം ചെയ്ത്. എന്നാൽ ഫുൾ പ്രോഫിറ്റ് ഇതല്ല, ഇതിൽ നിന്ന് ഇനി അല്ലാത്ത ചെലവുകളൊക്കെ പോകാനുണ്ട്. ഇതല്ലാതെ അവർ ഉദ്ദേശിച്ച സാധനം വാങ്ങിച്ച് വിറ്റ് മാത്രം കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്, ആൻഡ് വിച്ച് ഇസ് ഓൾമോസ്റ്റ് 53.25% ഓഫ് ദ സെയിൽ എമൗണ്ട്. ഇനി ഞാൻ പറഞ്ഞു പൊതുവെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിലിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ സംടൈംസ് ഗ്രോസ് പ്രോഫിറ്റ് ക്യാൻ ഓൾസോ ബി computed or expressed on cost. When it generally it is expressed always on sales. അപ്പോൾ ഇതാണ് സാധാരണ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോന്റെ ഫോർമുല. എന്നാൽ ചിലപ്പോഴെങ്കിലും it will be expressed on cost price also.
If it is expressed on cost price, the formula then will be numerator gross profit തന്നെയാണ്, denominator cost price ആണ് പറയുന്നത് into 100. അതായത് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് സെയിം ആണ്, ഏതിന്മേൽ ബേസ് ചെയ്ത് പറയുന്നു എന്നുള്ളത് മാറും. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ ഗ്രോസ് പ്രോഫിറ്റ് സെയിലിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുന്നെങ്കിൽ രണ്ടാമത്തെ കേസിൽ കോസ്റ്റ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ് സെയിലിനെ കുറിച്ച് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ ജസ്റ്റ് ക്വിക്ലി തരാം. It is only for your understanding purpose, so that you understand what are the relations between these gross profit and sales. I am giving you an example wherein I purchased a pen for 100 rupees. This is my cost. I added 10 rupees and sold it at a selling price of 110 rupees. It's clear. Now, what can I say about my gross profit ratio? സാധാരണ അത് നമ്മൾ സെയിൽസിലാണ് പറയുന്നത്. അപ്പോൾ വെറുതെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെ GPR എന്ന് പറഞ്ഞാലേ അതിൻ്റെ അർത്ഥം ഇറ്റ്സ് ഓൺ സെയിൽ. സോ വാട്ട് ഈസ് മൈ GPR? 10 രൂപ ആണ് ഗ്രോസ് പ്രോഫിറ്റ് ഞാൻ ഏൺ ചെയ്യുന്നത്. സെയിൽസ് എത്രയാണ്? 110 into 100. So therefore my profit is going to be 9.09%. On gross profit making, GPR of my business is 9.09% on selling price. Now what if I express the same 10 rupees gross profit on my cost price? GPR on cost. The gross profit that I'm still earning is 10 rupees, but I'm saying if I purchased something for 100 rupees and I have earned a 10 rupees profit out of it, how can I say my gross profit on the basis of that cost price? So 10 divided by 100 into 100, that is, I can say 10% GPR on cost. ഒരേ കാര്യം തന്നെയാണ്, 10 രൂപ ലാഭമാണ് എനിക്ക് കിട്ടുന്നത്. ഒന്നിനെ എൻ്റെ സെല്ലിംഗ് പ്രൈസിനെ ബേസ് ചെയ്ത് ഞാൻ ഡിഫൈൻ ചെയ്തു, മറ്റൊരു കേസിൽ ഞാൻ അതേ ഗ്രോസ് പ്രോഫിറ്റിനെ കോസ്റ്റ് പ്രൈസിൽ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നതുകൊണ്ടാണ് യു മൈറ്റ് ഹാവ് സം ഓഫ് യു ഹു ആർ ഫ്രം ദ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് വുഡ് ഹാവ് ഹേർഡ് GP എക്സ്പ്രസ് ചെയ്യുമ്പോൾ 1/2 ഓൺ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 1/3 ഓൺ സെയിൽസ്. അപ്പോൾ അത് കുറച്ചും കൂടെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ പെർസെൻറ്റേജ് മാറ്റി ഫ്രാക്ഷനിൽ തന്നെ ഒന്ന് ഇടാൻ പോവുകയാണ്. ആദ്യത്തെ കേസിൽ പെർസെൻറ്റേജ് മാറ്റി ഫ്രാക്ഷനിൽ തന്നെ ഇട്ടാൽ ഇറ്റ് മീൻസ് 1/11 ഓൺ ബേസ് എത്രയാണോ സെയിൽസ്. ഇവിടെ ഫ്രാക്ഷനിൽ ഇട്ട് കഴിഞ്ഞാലോ 1/10. So numerator 10, 1/, so numerator was 10 itself. Divided by, so 10%. So I am going to express it as 1/11 and okay, 10% now. So it is going to be 1/10. Otherwise, you can't get 10%. 1/10. Well, in fraction, 1/10 and same cost. So ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? Just to understand the relation. When I'm saying my GP is 1/2 on cost, I'm trying to say my gross numerator എന്തായാലും നമ്മുടെ ഫോർമുലയിൽ on cost പറയുമ്പോൾ numerator is GP. So numerator is 1 rupee. Denominator on cost ആണ് പറഞ്ഞത്. So cost price ആണ് 2 രൂപ. Same way. On sale പറഞ്ഞപ്പോൾ my formula was GP on sale. So numerator was GP 1. Denominator was selling price 3. അതായത് നമ്മൾ ഒരേ കാര്യം രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ. So therefore we can say that 1/2 on the cost എന്ന് പറഞ്ഞാലും 1/3 on sale എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പറയുന്ന ബേസ് വ്യത്യാസം ആണെന്ന് മാത്രമേ ഉള്ളൂ. Now as a formula to remember quickly, you would have learned this way. 1/2 on cost is therefore equal to 1/2 plus 1 on sales. ഈ 1/3 on sale ഞാൻ
കോസ്റ്റിന്റെ രൂപത്തിൽ പറയാൻ ശ്രമിച്ചാണ്. അപ്പം ഈ ഒരു ഫോർമുല നമ്മൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു 1/3 എങ്ങനെ അത് വന്നു എന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. So 1/2 on cost is equal to 1/2 plus 1. അത് 1/3 2 plus 1 എങ്ങനെയാണ് വന്നത്? Always 1 അല്ല ആഡ് ചെയ്യുന്നത്. I am adding to this cost price the gross profit. കാരണം cost plus GP ആണല്ലോ സെല്ലിംഗ് പ്രൈസ്. സോ ആ കോസ്റ്റിലേക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയ 1 rupee ഈ കേസിൽ ആഡ് ചെയ്യുമ്പോൾ I will get the selling price. So this is how you arrive at the answer. So GP on cost എങ്ങനെയാണ് on സെയിലുമായിട്ട് ഈക്വൽ ആകുന്നത്? When you define GP on cost divided by cost plus GP. ഒരു എക്സാമ്പിൾ ഒന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് വിൽ ബി 1/3 ഓൺ കോസ്റ്റ്? 1/3 ഓൺ കോസ്റ്റ് ആണെങ്കിൽ എങ്ങനെ അതിനെ ഓൺ സെയിലിൽ എക്സ്പ്രസ് ചെയ്യും? ന്യൂമറേറ്റർ വിൽ ഓൾവേസ് ബി ജി പി. സോ അത് 1 തന്നെയായിരിക്കും. ഡിനോമിനേറ്ററോ കോസ്റ്റ് 3 പ്ലസ് ന്യൂമറേറ്ററിൽ കിടക്കുന്ന ജി പി ആഡ് ചെയ്യുക 1. Therefore 1/4 ഓൺ സെയിൽ. അതായത് 1/3 ഓൺ കോസ്റ്റ് is equal to 1/4 on sale. ഇനി മറ്റൊരു എക്സാമ്പിൾ 2/5 on cost is equal to how much on sale? ഇതെല്ലാം പറയുന്നത് ജി പി റേഷ്യോ ആണ് കേട്ടോ. What is 2.5 on cost? How do you express it on sale? So numerator is going to be the gross profit itself. Denominator will be the cost price plus the profit I have recorded as gross profit in the numerator, which is 2 here on sale. So therefore I can say 2/5 on cost is equal to 2/7 on sale. So if at all you from a commerce background or from degree or from whichever source you have learned, if you have learned 1/2 on cost is equal to 1 by numerator താഴെ ഡിനോമിനേറ്ററിലേക്ക് 1 ആഡ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയല്ല പഠിക്കേണ്ടത്. It is not that you are adding 1. It is that you are adding the gross profit which is reflected in the numerator to the denominator to ensure that കോസ്റ്റിൽ നിന്ന് മാറ്റി സെല്ലിംഗ് പ്രൈസിലേക്ക് റെപ്രസെന്റ് ചെയ്യും. ഇനി തിരികെ അപ്പം നമ്മൾക്ക് നോക്കാം. 2/9 ഓൺ സെയിൽ ആണെങ്കിലോ ന്യൂമറേറ്ററിൽ 2 തന്നെ ഓൺ കോസ്റ്റ് ആണ് പറയുന്നത്. 9 is selling price. So how do I arrive at the cost price from selling price? Selling price ൽ എന്ത് കുറച്ചാൽ മതി? Gross profit കുറച്ചാൽ I will arrive at the cost price at 2/7. So 2/9 on sale can be said as 2/7 on cost. So ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റിനും സെയിൽസിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെയും റിലേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗോയിങ് ഫോർവേഡ് ഓൾസോ. മെനി സ്റ്റുഡൻസ് അറ്റ് ഇന്റർ ലെവൽ ഫൊർഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് റിലേഷൻ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ലെവലിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇറ്റ് മൈറ്റ് നോട്ട് ബി യൂസ്ഫുൾ കറൻ്റ്ലി ഫോർ യു, അല്ലെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് യൂസ്ഫുൾ ആകണമെന്നില്ല, പക്ഷേ it is going to help you in the long run. അതുകൊണ്ട് you have to understand from the basics. That is why we had discussed so much which is not part of this question or which is not required to solve this problem. Yeah, but it is going to help you. So 1/2 on cost is equal to 1/3 on sale പറയുന്നതിന്റെ കാരണം ന്യൂമറേറ്റർ ജി പി തന്നെയാണ്, ഡിനോമിനേറ്റർ നമ്മൾ ആ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ ആ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ജി പി ആഡ് ചെയ്തു. അത് 1 ആവാം 3 ആവാം, എന്താണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് അതെടുക്കുക. ഇനി ഓൺ സെയിൽ ആണ് തന്നിട്ട് കോസ്റ്റ് പ്രൈസിലേക്ക് നിങ്ങളോട് കൺവേർട്ട് ചെയ്യാൻ പറയുകയാണെങ്കിലോ മൈനസ് ചെയ്യുക, ലൈക്ക് ദ ലാസ്റ്റ് എക്സാമ്പിൾ. സോ കമ്മിങ് ബാക്ക് ടു എ ക്വസ്റ്റ്യൻ, we have found out the gross profit to be 6,23,000. സോ അത് ഈ ലെഡ്ജർ ക്ലോസ് ചെയ്യുക, അതായത് ഈ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മളപ്പോൾ ക്ലോസ് ചെയ്യും. ഇനി ഓൾറെഡി ഹെഡിങ്ങിൽ പി ആൻഡ് എൽ എഴുതിയത് കാരണം ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ചെയ്താൽ മതി. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ബൈഫിക്കേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു ഹെഡിങ് ആയിട്ട് എഴുതേണ്ട കാര്യമൊന്നുമില്ല. ലൈക്ക് ഷോൺ ഇൻ യുവർ സ്റ്റഡി മെറ്റീരിയൽ. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ഒരെണ്ണവും പി ആൻഡ് എൽ പിന്നെയും ഒരു ഹെഡിങ് എഴുതി, അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. നമ്മൾ പൊതുവെ അങ്ങനെയല്ല ചെയ്യാറ്. ടോട്ടൽ എഴുതി കഴിഞ്ഞ് ഡബിൾ ലൈൻ ഇട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ട്രേഡിംഗ് അവിടെ തീർന്നു. അത് വായിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു ബേസിക് കാര്യമാണ്. സോ follow this method. Then the next step is gross profitൽ നിന്നാണ് എൻ്റെ പല ചെലവുകളും മാറ്റി ഞാൻ നെറ്റ് പ്രോഫിറ്റിലേക്ക് അറൈവ് ചെയ്യുന്നത്. So the next step is ട്രേഡിംഗിൽ നിന്ന് അടുത്ത പടിയായ പി ആൻഡ് എല്ലിലേക്ക് നമ്മൾ പോകുന്നത്. സോ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്? The gross profit or gross loss you have earned from trading account.
So ഇവിടെ gross profit ആയ സ്ഥിതിക്ക് gross profit ഒക്കെ ഏത് സൈഡിലായിരിക്കും വരുന്നത്? Credit സൈഡിൽ. Gross profit. Because it's a profit ultimately, and profit is going to have a credit balance. Then why did we record in the debit side of trading account? Adinte logic we discuss cheyidana. The credit side of trading account was heavier. To make the debit equal to the heavier credit side, we had written the balancing figure as gross profit. It only indicates that trading in the credit aanu kudal, hence it's a profit making business. So our profit ne nammal adutha statement like ledger like eduthu ezhudiyappo we wrote it on the correct side of credit balance. So trading and P&L credit il varan pogunnathu mostly income aayirikkum. Mostly ennu parayunnadinte karyam closing inventory or income alla, alle abnormal loss ezhudunnu income alla. Pakshe baaki sales, gross profit, ini endengilum insurance claim kittiyittunengil, bank interest, adellam income alle gain aayidukondana credit side il vannathu. Appo closing inventory abnormal loss okke vannatho, that is not because it's a gain or income, but because the cost of it is recorded on the debit side. To eliminate its effect, we are showing on the opposite. അപ്പോൾ ആ രണ്ട് പോയിന്റുകളൊക്കെ മാറ്റി വെച്ചാൽ ക്രെഡിറ്റിലുള്ളതെല്ലാം ഇൻകം ആണെന്ന് നമ്മൾക്ക് പറയാം, അല്ലെങ്കിൽ ഗെയിൻ ആണെന്ന് പറയാം, ലാഭങ്ങളാണെന്ന് പറയാം. ഡെബിറ്റിലുള്ളതെല്ലാമോ എക്സ്പെൻസസ് ആണ്, വിത്ത് an exception of this gross profit and net profit computed. അത് നമ്മൾ ബാലൻസിങ് ഫിഗർ ആണെന്ന് പറഞ്ഞ് എഴുതണം, അല്ലാതെ ആ ലെഡ്ജറിന്റെ സൈഡ് അല്ല കാണിക്കുന്നത്. Debit balances alle expenses or loss or ഒന്നും അല്ല. 6,23,000 കഴിഞ്ഞാൽ ഇനി അടുത്ത എക്സ്പെൻസസുകൾ നമ്മൾക്ക് എഴുതണം. അപ്പം ഈ മൂന്നെണ്ണത്തിൽ ഒന്നിലും തന്നെ എക്സ്പെൻസ് ഇല്ല, സോ forget about it. ബാലൻസ് ഷീറ്റിലേക്കാണ് വരുന്നത്. അപ്പം അടുത്ത നോക്കുക, salary, advertisement expenses and other expenses. These are the three expenses. അപ്പോൾ ഇൻഡയറക്റ്റ് ഇൻകം ഒന്നും ഇല്ല. ഇൻഡയറക്റ്റ് ഇൻകം ഇല്ലാത്ത സിറ്റുവേഷനും നമ്മളുടെ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിരിക്കും. അപ്പോൾ ഉള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതുക. 2,70,000, 1,10,000 and 60,000. So I will write 2 salaries, 2,70,000, 2 advertisements, 2 other expenses, 60,000. So we have recorded all expenses and income which should come as part of my P&L account. അപ്പോൾ അങ്ങനെയാണെങ്കിൽ now we can close the P&L account and find the profit. ഇവിടെയും ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, so it means it's a net profit. അപ്പോൾ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റിനോട് ഈക്വൽ ആക്കാൻ ഡിഫറൻസ് കൊണ്ട് നമ്മൾ എവിടെ എഴുതും? ഡെബിറ്റിന്റെ സൈഡിൽ ടു നെറ്റ് പ്രോഫിറ്റ് ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞ് which is 6,23,000 minus 2,70,000 minus 1,10,000 minus 60,000. That is 1,83,000. So therefore total 6,20,000. അപ്പോൾ ഈ ലെക്ചറും ഹൈലൈറ്റ് ചെയ്യാം. അടുത്തത് എന്തായിരുന്നു? ട്രേഡിംഗ് പ്രിപ്പയർ ചെയ്തു, P&L പ്രിപ്പയർ ചെയ്തു. അടുത്തത് is to prepare the balance sheet. So balance sheet will be prepared for a single day or at a particular point in time. So balance sheet as on alle as such engane venamenkilum parayam 31st March 2017. You will have 4 columns totally. Left side ilullathu liabilities and amount, right side ilullathu assets and amount. In liabilities and amount thaneyalla capital and liabilities ennoru common perum chelappolakke kandanirikkum. Yeah. So liabilities are, so you also follow that information itself. There is one point which I had not explained while preparing in net profit, but we had to touch upon. What is that? Loan in the karyam, bank loan overdraft. Bank loan 14% interest odu koodiya bank loan ennaanu parayunnu. Appo if the statement brackets il thanirikkunna loan taken at year end ennu parayunna statement thannillaayirunengil, you have two way of working the problem.
അല്ലെങ്കിൽ കുറച്ച് അസംഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഈ ലോൺ എപ്പോൾ എടുത്താന്ന് ഈ സെൻറ്റൻസ് തന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അറിയില്ല അല്ലേ. സോ ഇറ്റ് ക്യാൻ ഐദർ ബി ടേക്കൺ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഇയർ, ഇറ്റ് ക്യാൻ ബി ടേക്കൺ അറ്റ് എനി ഡേ ഡ്യൂറിങ് ദ ഇയർ ടിൽ ദ ലാസ്റ്റ് ഡേ, എന്ന് വേണമെങ്കിലും എടുക്കാം. എന്തുകൊണ്ടാണ് അതിനൊരു പ്രസക്തി വരുന്നത്? ഇഫ് ദ ലോൺ വാസ് ടേക്കൺ ഓൺ എനി ഡേ അതർ ദാൻ ദ ലാസ്റ്റ് ഡേ, ആ എത്ര നാളും നമ്മൾക്ക് ആ ലോണിൻ്റെ ബെനിഫിറ്റ് കിട്ടിയോ അത്രയും നാളത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് വരും ഇല്ലേ. 14% ബാങ്ക് ലോണ് ഏപ്രിൽ 2016 വാങ്ങിച്ചതെങ്കിലും ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കാൻ കാണും. ആ ഇൻട്രസ്റ്റിനെ കുറിച്ച് ഈ ട്രയൽ ബാലൻസിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദെൻ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ റെക്കോർഡഡ് ബൈ യു ആസ് എൻ അഡീഷണൽ എക്സ്പെൻസ്. അപ്പോൾ അഡീഷണൽ എക്സ്പെൻസ് ട്രയൽ ബാലൻസിൽ വരാത്ത ഒന്ന് എഴുതുമ്പോൾ അതിന് രണ്ട് എഫക്റ്റ് കാണും. എന്തൊക്കെയാണ് രണ്ട് എഫക്റ്റ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആദ്യം എഴുതണം. But is it mentioned anywhere that it is paid? No. Then you will also treat the same expense as an unpaid liability, അല്ലെ outstanding liability. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നു. രണ്ട് ഓവർ ഡ്രാഫ്റ്റും ലോണും വന്നത് വർഷം അവസാനമാണ്. അതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കോമ്പണന്റ് നിങ്ങൾക്ക് വരാനില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ there could be a chance that interest expense വന്നേനെ. ആ ഒരു ambiguity avoid ചെയ്യാനാണ് ഈ സെന്റൻസ് തന്നത്. That is why I had not discussed about it in P&L stage. പക്ഷേ when you are getting a problem, please check for ഇങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ at places where there could be a confusion or ambiguity for you, where you will have to compute certain expenses or losses or income on your own. അത് ചിലപ്പോൾ സ്പെസിഫിക്കലി ഒരു സെന്റൻസ് ആയിട്ട് തരണമെന്നൊന്നുമില്ല. ഓൾസോ ഇൻട്രസ്റ്റ് ഇസ് അൺപെയ്ഡ് അങ്ങനെയൊന്നും തരണമെന്നില്ല. ഈ ഒരു സെന്റൻസ് തരികയോ തരാതിരിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് തരികയാണ് വാട്ട് ആക്ഷൻ യു ഷുഡ് ടേക്ക് എന്ന്. സോ യു ഹാവ് ടു ബി പ്രൊആക്റ്റീവ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് സെന്റൻസസ് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. So next step is for us to move on to balance sheet. Yeah, balance sheet il nammal kaanikunathu asset side nammalku aadyam itta because that is easy. Furniture ഞാൻ പറഞ്ഞു അസറ്റ് സൈഡ് നമ്മൾ പൊതുവെ എഴുതുന്നത് പെർമനൻസിന്റെ ബേസിലാണ്. അപ്പോൾ അസറ്റ്സ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഫിക്സഡ് അസറ്റ്സ് ആണ് ആദ്യം എഴുതുന്നത്. സോ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ്സ് എന്ന് കോമൺ പേര് എഴുതി നിങ്ങൾക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നോൺ കറണ്ട് അസറ്റ്സ് എന്നോ അല്ലെങ്കിൽ ഈ ഫിക്സഡ് അസറ്റ് എന്നോ അല്ലെങ്കിൽ ടാഞ്ചിബിൾ അസറ്റ്സ് എന്നും ഇതിനെ പറയും. എന്തുകൊണ്ട് ടാഞ്ചിബിൾ എന്ന് പറയുന്നു? ഇൻടാഞ്ചിബിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. which you cannot see, which you cannot touch, you cannot feel, it doesn't have physical existence. So something which is opposite to that will be a tangible asset. So അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. So furniture, building, cash ആണ്. So building ആണ്. So let me write first. Building and furniture. ഒരു ലൈൻ ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും വിട്ട് എഴുതണ്ട. ഞാനിപ്പോൾ ഇത് ക്ലംസി ആവാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. When you write in a paper, you can give appropriate spacing and write so that it is visible to the person who is reading it. That's all. 4,50,000 and 8,90,000. Debit balances ആണ്. So asset side le varan paadullu. 8,90,000 and 4,50,000. Then അടുത്ത അസറ്റ് നമ്മൾക്ക് ക്യാഷ് ആണ്. പക്ഷെ അത് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ആണ്. സോ അത് എഴുതാൻ പറ്റില്ല. അതിന് മുൻപ് നമുക്ക് വേറെ ഏതെങ്കിലും അസറ്റ് ഉണ്ടോ? നമ്മൾക്ക് ട്രേഡ് റിസീവബിൾസ് ഉണ്ട് 90,000 ആൻഡ് ഇവിടെ വരാത്ത ഒരു അസറ്റും കൂടെ വിച്ച് ഇസ് ദാറ്റ് ട്രയൽ ബാലൻസിന് ശേഷം അല്ലെങ്കിൽ ട്രയൽ ബാലൻസിന് വെളിയിൽ വന്ന ഒരു അസറ്റായ ക്ലോസിംഗ് ഇൻവെന്ററി. ഞാൻ പറഞ്ഞിരുന്നു or we discussed that ട്രയൽ ബാലൻസിന് വെളിയിൽ ഏത് ഐറ്റം വന്നാലും it should have two effects. One, you should take it into either trading or P&L, and the second one should be present in it in balance sheet. So closing inventory നമ്മൾ already trading ൽ കാണിച്ചു. അപ്പോൾ അതിന്റെ രണ്ടാമത്തെ എഫക്റ്റ് ആയ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് കാണിക്കണം? It should be shown as an asset. So closing inventory is 1 lakh. Debtors is or trade receivables is 90,000. So let us record that. Trade receivables 90,000. Closing inventory
1 lakh. And finally, asset ആയിട്ടുണ്ടായിരുന്നത് cash in hand. 5,000. So asset സൈഡിലെ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും. പിന്നെ ലയബിലിറ്റി സൈഡിലേക്ക് നമ്മൾക്ക് പോകും. ലയബിലിറ്റി സൈഡിൽ ഏറ്റവും ആദ്യം നമ്മൾ എഴുതാറുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സോ ക്യാപിറ്റൽ നമ്മൾക്ക് തന്നിട്ടുണ്ട് 8,70,000. ഇനി ക്യാപിറ്റലിനോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഡ്രോയിങ്സ് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. So there's no problem. പക്ഷേ this capital balance was given before finding out the profit or loss of the business. So it means now you will have to add the profit or reduce the loss that you have earned or incurred from this business. In this question, you have actually earned a net profit of 1,83,000, which means you have to add it along with the capital, since it is a sole proprietorship business and the entire profit earned by the business person belongs to the person who has invested the capital. So അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കാണിക്കും, which is 10,53,000. അപ്പോൾ ക്യാപിറ്റൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യണം. സോ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്തു. ഇനി എന്തൊക്കെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത്? ട്രേഡ് പേയബിൾസ് ഉണ്ട്, 14% ബാങ്ക് ലോണും ഓവർ ഡ്രാഫ്റ്റും. ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കുന്നതും ആ പെർമനൻസ് ബേസിലാണ്. കൂടുതൽ നാൾ എന്താണ് ലയബിലിറ്റി ആയിട്ടുള്ളത്? പെട്ടെന്ന് പേ ഓഫ് ചെയ്യാൻ പറ്റുന്ന ലയബിലിറ്റി ഏതാണ്? 14% ബാങ്ക് ലോണും ഓവർ ഡ്രാഫ്റ്റും ആണ് കുറേ നാൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പോകുന്നത്. സോ ലെറ്റ് us record that one next. 14% bank loan and overdraft. And finally, it should be trade payables. There is no other liability. So what are the amounts? 2 lakh, 1 lakh 12 and 1 lakh 17. 2 lakh, 1 lakh 12 and 1 lakh 70,000. So now what you have to do, or now is the cross check point. Now what you have to do is you have to total the liability side and the asset side, and it should tally. So tally ayal adinte artham answer completely correct aano ennu choichal aganamenilla. If you missed tally ayal adinte artham answer completely correct aano ennu chodichal ആകണമെന്നില്ല. If you forgot to write any one item, ഇപ്പോൾ ക്ലോസിംഗ് ഇൻവെന്ററി സപ്പോസ് നിങ്ങൾ എഴുതാനേ മറന്നു, ട്രേഡിങ്ങിലും വന്നില്ല, ബാലൻസ് ഷീറ്റിലും വന്നില്ല, നിങ്ങളുടെ ആൻസർ ടാലി ആവും സ്റ്റിൽ, ബിക്കോസ് യു ഹാവ് ഒമിറ്റഡ് ഫ്രം ബോത്ത് പ്ലേസസ്. എന്താണ് ബോത്ത് പ്ലേസസ്? ട്രേഡിങ്ങിന്റെ ക്രെഡിറ്റിൽ എഴുതിയില്ല, അപ്പോൾ കിട്ടിയ നെറ്റ് പ്രോഫിറ്റിൽ ആ എഫക്റ്റ് കുറഞ്ഞു. അപ്പോൾ കുറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് ആണ് ലയബിലിറ്റി സൈഡിൽ കിടക്കുന്നത്. അതേപോലെ അസറ്റ് സൈഡിൽ ക്ലോസിംഗ് ഇൻവെന്ററി എഴുതിയിട്ടില്ല. സോ ബാലൻസ് ഷീറ്റ് ടാലി ആവും, പക്ഷേ ആൻസർ കറക്റ്റ് ആണ്. സോ ടാലി ആയാൽ പക്ഷേ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് പോലെ നമ്മൾക്ക് ട്രയൽ ബാലൻസ് പറയുന്നുണ്ട്. ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ, ട്രയൽ ബാലൻസ് ടാലി ആയാൽ അതൊരു നമുക്ക് പീസ് ഓഫ് മൈൻഡ് ആണ്. ഓക്കെ, ട്രയൽ ബാലൻസ് ടാലി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിനകത്ത് എറർ ഇല്ല എന്നാണ്. അല്ല, എറർ ഉണ്ടായേക്കാം, വേർ യു കംപ്ലീറ്റ്ലി ഒമിറ്റഡ്. അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് പർച്ചേസിന് പകരം ഫിക്സഡ് അസറ്റ് ഡെബിറ്റ് ചെയ്തു, ഡെബിറ്റ് പോയിട്ടുണ്ട്, ലെഡ്ജർ മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്ത് ചെയ്താലും ബാലൻസ് ഷീറ്റ് ടാലി ആകും. ടാലി ആകാതെ വരുന്നത് ഡെബിറ്റിൽ എടുത്ത ഒരു എമൗണ്ട് അല്ല ക്രെഡിറ്റിലേക്ക് പോയത്. റെക്ടിഫിക്കേഷൻ എറേഴ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്തെങ്കിലും എവിഡന്റ് ആയിട്ടുള്ള എറർ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ചാൻസ് ദാറ്റ് യു വിൽ ഫൈൻഡ് ഔട്ട്. പക്ഷേ ടാലി ആക്കി കഴിഞ്ഞാൽ വി ആർ somewhat sure that okay, to an extent my balance sheet is correct. ടാലി ആയില്ലെങ്കിൽ ഇറ്റ് ഈസ് 100% ഷുവർ ദാറ്റ് യു ഹാവ് മെസ്ഡ് അപ്പ് സംവെയർ, ഗോ അഹെഡ് ആൻഡ് കറക്റ്റ് ഇറ്റ്. അപ്പോൾ കറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ നമ്മൾക്ക് ഇത് ടാലി ആയില്ലെങ്കിൽ കിട്ടും. അപ്പോൾ അതൊരു ക്രോസ് ചെക്ക് ആയിട്ട് വെച്ചോളുക. അപ്പോൾ ടാലി ആയാൽ എപ്പോഴും അതിൻ്റെ അർത്ഥം തെറ്റായ ആൻസർ എന്നല്ല, അങ്ങനെ ആകാമെന്നാണ് പറഞ്ഞത്. സോ ടാലി ആയ മോസ്റ്റ് കേസസ് ആൻസർ വുഡ് ബി കറക്റ്റ്. But if you had completely missed recording some transaction, you can still get a tallied balance sheet. So that is why I'm trying to convey. But keep the checkpoint of balance sheet as my balances should tally, liability side and asset side. If it doesn't tally, you will have to go ahead and check what has happened in the previous workings that you have done. So let us now total this stage.
So our total liability and asset is 15,35,000. സോ ആദ്യത്തെ നമ്മളുടെ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ക്രോസ് ചെക്കിൽ രണ്ട് സൈഡും ടാലി. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾക്ക് റിലീഫാണ്. ദാറ്റ് ആർ ആൻസേഴ്സ് കറക്റ്റ്. ബട്ട് യു ക്യാൻ സ്റ്റിൽ ഗോ ആൻഡ് റീവെരിഫൈ അഗൈൻ വെദർ യു ഹാവ് റെക്കോർഡഡ് എവറിഥിങ് കറക്റ്റ്ലി. സോ ദിസ് ഇസ് ഹൗ യു വിൽ പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് P&L and balance sheet. It's pretty simple once you are thorough with the basics that is happening prior stage. ട്രയൽ ബാലൻസ് വരെയുള്ള നല്ല thorough-ആയിട്ട് അറിയാമെങ്കിൽ പിന്നെ കുറച്ച് പ്രസന്റേഷൻ്റെ ഒക്കെ ആവശ്യമേ ഉള്ളൂ. ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഒരു ക്ലോസിംഗ് ഇൻവെന്ററിയും അല്ലെ ഔട്ട് ഓഫ് ട്രയൽ ബാലൻസ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ ഓർത്ത് കഴിഞ്ഞാൽ financial statement can be easily worked out. But these are very important questions. 10 to 15 മാർക്സിനൊക്കെ വരുന്നത് ഈ ചാപ്റ്ററുകളിൽ നിന്നൊക്കെയാണ്. ഫുൾ ഫ്ലെജ്ഡ് പ്രോബ്ലം ആയിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക ഇതുപോലത്തെ questions. So illustration 9 is over. Let us take up illustration number 10. Mr. Mohan gives you the following trial balance and some other information. Capital 6,50,000, sales. ഇപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റിൻ്റെ ഹെഡിങ് എഴുതിയില്ലെങ്കിലും ഓരോ സൈഡിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള പെർട്ടിക്കുലേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ. പക്ഷെ പൊതുവെ ഡെബിറ്റ് ആദ്യമേ ക്രെഡിറ്റ് രണ്ടാമതുമാണ്. അപ്പോൾ ഹെഡിങ് തന്നില്ലെങ്കിലും അതൊന്ന് മനസ്സിലായിക്കോളും. പിന്നെ ലെഡ്ജറിൻ്റെ പേരും കൂടെ വെച്ച് ക്രോസ് ചെക്ക് ചെയ്യും. Purchases, opening inventory, freights invoice, salaries, other administration expenses, furniture, trade receivables and payables, returns, discounts, bad debts, investment in government securities, cash in hand and cash in bank, other information. Closing inventory was 1,80,000. Depreciate furniture at 10% per annum. Prepare trading and P&L for the year ended 31st March 2017 and balance sheet of Mohan as on that date. So let us prepare. In the books of Mohan, opening inventory, $1,10,000. Then we have purchases. Purchases 4,30,000 ആണ്. പക്ഷെ കുറച്ച് താഴേക്ക് വന്ന റിട്ടേൺസും കാണും. സോ റിട്ടേൺസ് ഡെബിറ്റിലും ക്രെഡിറ്റിലും ഉണ്ട്. ക്രെഡിറ്റിലുള്ളതാണ് പർച്ചേസ് റിട്ടേൺ. സോ വിച്ച് ഇസ് 12,000. സോ purchases 4,30,000 and purchase returns 12,000 minus returns 12,000. So we can say 4,18,000 is my net purchases. Then I can record sales. Sales again 9,70,000 ആണ് sale. Sales return debit ആയിരിക്കും 20,000 ആണ്. So 9,70,000 മാറ്റിയിടുക.
minus returns 20,000. So therefore, my net sale is equal to 9,50,000. Now, so purchase AD, sale AD, opening inventory AD, bad debts, sorry, returns ഇനിയുള്ള expense എന്ന് വെച്ചാൽ discount bad debts ഒക്കെയാണ്. And we have even freight inwards, salaries, administration expenses. Administration expenses, salaries എല്ലാം indirect expenses ആണ്. But what about freight? Freight inwards. എന്താണ് freight inward? നമ്മളുടെ ബിസിനസ്സിനുള്ളിലേക്ക് സാധനങ്ങൾ വരാൻ you paid something for the freight. So freight inwards, something came into your business. So which means freight inwards or carriage inwards is an expense which you have incurred for getting the raw material or the product for trading into the business. അപ്പോൾ purchases related ആയിട്ടുള്ള ഒരു expense ആണ് freight inwards. That means these are direct expenses which are necessary to ensure that the products are ready or available for sale. അപ്പോൾ ഈ freight inward ഇല്ലായിരുന്നെങ്കിൽ സാധനം നമ്മുടെ കയ്യിലേക്ക് വരില്ലായിരുന്നു. വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ, കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഇല്ല. So therefore, freight inward is an direct expense related to purchases. What about freight outwards? നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ മേ ബി യു ആർ സെല്ലിംഗ് ഇറ്റ് ടു പേഴ്സൺ വെരി ഫാർ. സോ ചിലപ്പോൾ നിങ്ങളുടെ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് സാധനങ്ങൾ കൊടുത്തു വിടാൻ നിങ്ങൾ ഒരു ട്രക്കോ ലോറിയോ ഒക്കെ അറേഞ്ച് ചെയ്ത് ഫ്രൈറ്റ് എക്സ്പെൻസസ് ഇൻകർ ചെയ്യേണ്ടി വരും. സോ അതാണ് ഫ്രൈറ്റ് ഔട്ട്വേർഡ്സ്. വെൻ ദ ഗുഡ്സ് ആർ ഗോയിങ് ഔട്ട്സൈഡ് ഫ്രം യുവർ ബിസിനസ്, വെളിയിലേക്ക് പോകുന്നതാണ്. അതൊരിക്കലും ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഇൻഡയറക്റ്റ് ആണ്. ബിക്കോസ് യു ആർ നോട്ട് paying an expense in order to make the goods available for sale. It is already ready for sale. എന്നിട്ട് വിൽക്കുമ്പോൾ എൻകർ ചെയ്യുന്നതാണ് ഫ്രൈറ്റ് ഔട്ട്വേർഡ്സ്. But freight inwards is to get the goods into your custody to ensure that you trade it or you manufacture it or you process it. You need to incur this expense. അതുകൊണ്ട് freight inwards direct expense ആണ്. അപ്പോൾ freight inwards നെ എന്ത് ചെയ്യണം? You will add to trading account to freight inwards. Freight inwards or carriage inwards എന്നൊക്കെ ഇതിനെ വിളിക്കാം. So freight inwards and carriage inwards 40,000 rupees. Then നമ്മൾ പറഞ്ഞ ഒരു എക്സ്പെൻസ് പോലും ട്രേഡിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി അതർ ഇൻഫർമേഷൻ നമ്മളുടെ കയ്യിലുള്ളത് ക്ലോസിംഗ് ഇൻവെൻട്രി ആണ്, ഡിപ്രിസിയേഷൻ. ക്ലോസിംഗ് ഇൻവെൻട്രി ട്രേഡിങ്ങിൽ വരുന്നതാണ് 1,80,000. So therefore, by closing inventory 1,80,000. So therefore, my gross profit is going to be $5,62,000. So moving on to the P&L account. So by gross profit brought down. $5,62,000. Then you have to record all expenses. Freight inwards purchases and sales are right. ഇനിയുള്ളത് salary ആണ് 2,10,000. Other administrative expenses 1,50,000. So these are indirect expenses. To salaries 2,10,000. $1,50,000. Then furniture receivables ഒന്നും വരില്ല, returns already ചെയ്ത്. പിന്നെയുള്ളത് bad debts and discounts.
ബാഡ് ഡെറ്റ്സ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബാഡ് ഡെറ്റ്സ് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഓൾറെഡി നമ്മളൊരു എൻട്രി എഴുതി കഴിഞ്ഞു, ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെറ്റേഴ്സ്. അപ്പോൾ ഡെറ്റേഴ്സും കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബാഡ് ഡെറ്റിനെ മാത്രം ഒരു ലോസ് അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് നമ്മൾ മാറ്റും? ബാഡ് ഡെറ്റ്സ് 5,000 will be taken to P&L account. Bad debts 5,000. If it was given out of trial balance അല്ലെങ്കിൽ after trial balance, then bad debts എന്ന് പറഞ്ഞ് ഇവിടെയും കാണിക്കും, ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിന്റെ ബാലൻസ് നിന്ന് കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ട്രയൽ ബാലൻസിനുള്ളിൽ വന്നത് കാരണം ഓൾറെഡി ജേർണൽ എഴുതിയാണ് വന്നത്. ഡെറ്റേഴ്സിലേക്ക് പോകേണ്ട അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞതിന് ശേഷമാണ് ട്രേഡ് റിസീവേഴ്സിന്റെ ബാലൻസ് അവിടെ തന്നിരിക്കുന്നത്. ഇനി അടുത്ത എക്സ്പെൻസ് അല്ലെങ്കിൽ റവന്യൂ ഐറ്റം ഇസ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിന് ഡെബിറ്റും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട്, 19 and 9,000. What are the meaning of discount, debit and credit? If you remember cash book, അവിടെയും നമുക്ക് രണ്ട് സൈഡിലും ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. Debit side ഉണ്ടായിരുന്ന discount was discount allowed. When your debtor is giving you money, you are allowing him a discount, which is an expense for you. And discount credit, നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുമ്പോൾ അവർ നമ്മളോട് കുറച്ച് തന്നാൽ മതി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡിസ്കൗണ്ട് റിസീപ്റ്റ്. സോ ആ രണ്ട് ഡിസ്കൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡെബിറ്റിലും ക്രെഡിറ്റിലും ഉള്ളത്. So ഡെബിറ്റിലുള്ള ഡിസ്കൗണ്ട് allowed is an expense and ക്രെഡിറ്റിലുള്ള ഡിസ്കൗണ്ട് received is an income. So expense ഉള്ള discount should be taken to P&L. Discount allowed 19,000. Debit ചെയ്ത് കാണിക്കും. And discount received, that is when you were paying your creditors, they said that give us less amount to the extent of 9,000, which is an indirect income. Why an indirect income? നമ്മൾ 10 രൂപ കൊടുക്കേണ്ടടുത്ത് 5 രൂപ കൊടുത്താൽ മതിയായിരുന്നു, അല്ലെ 10 രൂപ കൊടുക്കേണ്ടടുത്ത് 8 രൂപ കൊടുത്താൽ മതിയായിരുന്നു, ബാക്കി 2 രൂപ എൻ്റെ ലാഭമാണല്ലേ, വേറെ എന്തിനേലും ഉപയോഗിക്കും. അപ്പോൾ ആ ഒരു ഗെയിനിനെയാണ് ഡിസ്കൗണ്ട് റിസീപ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദിസ് ഇസ് ഫ്രം ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Then we have investment in government securities, cash in hand, and all these are assets. അപ്പോൾ ട്രയൽ ബാലൻസിലുള്ള എല്ലാ P&L ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു. അത്ര ഇൻഫർമേഷനിലെ ക്ലോസിംഗ് ഇൻവെന്ററിയും റെക്കോർഡ് ചെയ്തു. പക്ഷേ നമ്മൾക്ക് ഇനി ഡിപ്രിസിയേഷൻ കാണിക്കാൻ പറഞ്ഞില്ല, അതർ ഇൻഫർമേഷൻ ആയിട്ട്. അതായത് നമ്മൾ ഇത്രയും നാളും യൂസ് ചെയ്തുകൊണ്ട് വന്ന ഫർണിച്ചറിന് കുറച്ച് കേടുപാടുകൾ വന്നു, അല്ലെ വെയർ ആൻഡ് ടയർ വഴി അതിന്റെ വർത്ത് കുറഞ്ഞു, അത്രയും ഡിപ്രിസിയേഷൻ ആയിട്ട് എഴുതി തള്ളാനാണ് പറഞ്ഞത്. And it is given as a out of book or after trial balance stage, which means it will have two effects. What are the two effects? You first have to show it as a depreciation in P&L as an expense. Also, you will reduce the balance of fixed assets to the extent of this depreciation. So next line item will be to depreciation. ഫർണിച്ചറിന്റെ 10%. ഫർണിച്ചർ ഇസ് 3,50,000, അതിൽ 10%. ഒരു ഇൻഫർമേഷനും പറയാത്ത സ്ഥിതിക്ക് ഐ ആം ഗോയിങ് ടു അസ്യൂം ദാറ്റ് ദ ഫർണിച്ചർ വെർ അക്വയർഡ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ ബിസിനസ്. ദെയർഫോർ ഫുള്ള് 12 മാസത്തെയും എക്സ്പെൻസ് എനിക്ക് ഡിപ്രിസിയേഷൻ ആയിട്ട് എഴുതി തരണം. എന്നാൽ അസറ്റ് വാങ്ങിച്ചത് വേറെ ഏതെങ്കിലും ഒരു ഡേറ്റ് ആയിരുന്നു തന്നിരുന്നെങ്കിലോ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എത്ര നാള് റെഡി ടു യൂസ് ഉണ്ടായിരുന്നോ അന്ന് തൊട്ടേ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ അതൊന്നും പറയാത്ത സ്ഥിതിക്ക് ഐ അസ്യൂം ദാറ്റ് ഫർണിച്ചർ വാസ് അക്വയർഡ് ഫ്രം 1st April 2016. Hence 3,50,000 10%, which is 35,000. Now let us find out whether it's a profit or loss situation. 5,62,000 plus 9,000 minus 2,10,000 minus 1,00,000. That's 19,000. 35,000. So I get a net profit of net profit balancing figure 1,52,000. So net profit 1,52,000 and total of P&L account is 5,71,000. So once this is complete, let us go ahead and prepare the balance sheet as on 31st March 2017. Liabilities.
account assets. ഇനി ഓർഡർ വീണ്ടും ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ല, അത് നിങ്ങൾക്ക് ടെക്സ്ല ഫോർമാറ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. സോ ഫർണിച്ചർ ഉണ്ട് അസറ്റ് ആയിട്ട്. പിന്നെ ഉള്ളത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റി. സോ ഫർണിച്ചർ 3,50,000. So furniture is 3,50,000, but that is before the depreciation stage. Now in P&L we have found depreciation and it was an out of trial balance adjustment. Therefore P&L-ലേക്ക് ഒരു എഫക്റ്റ് പോകും. രണ്ടാമത്തെ എഫക്റ്റ് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ബാലൻസ് ഷീറ്റിലേക്കാണ് പോകേണ്ടത് as a reduction from the cost of furniture. So therefore my net furniture is worth only 3,15,000 now. Then furniture എഴുതി. പിന്നെ ഉള്ളത് ട്രേഡ് റിസീവബിൾസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റി, ക്ലോസിംഗ് ഇൻവെന്ററി അല്ലേ. സോ ട്രേഡ് റിസീവബിൾസ് 2,10,000. സോ ട്രേഡ് റിസീവബിൾസ് 2,10,000. ട്രേഡ് റിസീവബിൾസിന് ഓൾറെഡി പറഞ്ഞു, ബാഡ് ഡെറ്റ്സിന് നമ്മൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്യണ്ട, ബിക്കോസ് വി ഹാഡ് പ്രിപ്പയർഡ് ദ ട്രയൽ ബാലൻസ് സ്റ്റേജിൽ തന്നെ ബാഡ് ഡെറ്റിന്റെ എഫക്റ്റ് എഴുതിയതാണ്. So trade receivables 2,10,000. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ദാറ്റ് ഇസ് വൺ ടൈപ്പ് ഓഫ് അസെറ്റ്. നമ്മൾ എവിടെയെങ്കിലും ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനല്ല, FD ഇടുന്നതിന് പകരം ഗവൺമെന്റിന്റെ ഒരു സെക്യൂരിറ്റിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ കേട്ടിട്ടുണ്ട്, അതുപോലെ ഗവൺമെന്റ് ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഓൾസോ ക്യാൻ ബി കൈൻഡ് ഓഫ് ഈസിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് അല്ലേ. അപ്പോൾ ലിക്വിഡ് അസറ്റ്സിന്റെ കൂട്ടത്തിൽ വരുന്ന കുറച്ച് ക്യാഷിന്റെയും ബാങ്കിനെയും കഴിഞ്ഞ് അടുത്ത ലിക്വിഡിറ്റി ഉള്ള ഒരു അസറ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലോസിംഗ് ഇൻവെന്ററി 1,80,000. Investment in government security 1 lakh. ഞാൻ കുറച്ച് ഷോർട്ട് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എക്സാമിന്, പക്ഷെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. 1,87,000. I think for explaining a concept I need not write much in detail and spend time. അതുകൊണ്ടാണ് I use a lot of shortcuts or short forms in my theory writing. So next is capital 6,50,000. അപ്പോൾ asset സൈഡിലുള്ള എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. Capital 6,50,000 ആണ്. Questionൽ drawings ഒന്നുമില്ലായിരുന്നു. So therefore you have to add the net profit of 1,50,000 which you got from the P&L stage. So അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ you will get 8,02,000. Yeah. Then ട്രേഡ് പേയബിൾസ് ഉണ്ട് 1,90,000. ബാക്കിയുള്ളതെല്ലാം അസറ്റ് ആയിരുന്നു അല്ലേ. സോ 1,90,000 ട്രേഡ് പേയബിൾസും കൂടെ എഴുതി കഴിയുമ്പോൾ ചെക്ക് whether the balance sheet is tallied. So it is tallying and the balance sheet total is 9,92,000. So which means balance sheet tally aesthetic error on illa namakku vishwasikam, and whatever we have worked out is correct presentation of everything. So error illa ennulla karyam namakku ariyam. പക്ഷേ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ടാലി ആയാലും ഒന്നും കൂടെ ഒന്ന് റീചെക്ക് ചെയ്തോളുക. സോ ഇലസ്ട്രേഷൻ നമ്പർ 10 ഇസ് ഓവർ. ഇലസ്ട്രേഷൻ നമ്പർ 11 കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വലിയൊരു പ്രോബ്ലം ആണ്, കുറച്ച് വർക്കിംഗ് ഒക്കെ ഉള്ളത്. അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ വി വിൽ ടേക്ക് അപ്പ്. വിത്ത് അത് കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് തനിയെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കൊള്ളുക. ആൻഡ് ഇൻ തിയറി പാർട്ട് summary of all adjustments പേജ് നമ്പർ 15 നമ്മൾ ലാസ്റ്റ് ക്ലാസ്സും ഇന്നുമായിട്ട് ഡിസ്കസ് ചെയ്ത് പല ട്രാൻസാക്ഷൻസിൻ്റെ ഒക്കെ പ്രസന്റേഷൻ എങ്ങനെയാണ് ട്രയൽ ബാലൻസിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് സമ്മറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. പ്ലീസ് ഗോ അഹെഡ് ആൻഡ്
go through all those information also, yeah, so that at a glance നിങ്ങൾക്ക് പഠിച്ചതെല്ലാം ഒന്ന് recollect ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. Yeah, so we will meet again with another important question from this chapter, and with that we will wind up this chapter, but doesn't mean that you have to stop practicing. ഈ chapter ഒരുപാട് question practice ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് thorough. So previous question paper ഒക്കെ try ചെയ്യുക. I will finish it in next class, and then we will take up manufacturing in our separate portion in a non-profit ഒക്കെ നമ്മൾ immediately start ചെയ്യാൻ പോവുകയാണ്, and we will try to finish off those two topics also very quickly. Yeah, so till we meet again, stay safe and happy. Thank you.